അദാനിയുടെ വെട്ടിപ്പുകൾക്ക് മോദി സർക്കാർ കൂടെ പിടിച്ചോ? ഇല്ലെന്ന് മോദി ഭക്തർ പറയും, ഉണ്ടെന്ന് എതിർക്കുന്നവരും. പതിവ് പോലെ തെളിവ് എവിടെയെന്നാകും ഭക്തരുടെ മറുചോദ്യം. എങ്കിലിതാ തെളിവുകൾ. വെറും തെളിവുകളല്ല, സംസാരിക്കുന്ന തെളിവുകൾ. BJPക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന കഴിഞ്ഞ 2 സഭകളിലെ അഷ്യൂറൻസ് കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളാണ് ആ തെളിവ്. ഡോൺ ബ്ലഫ് ഓർ ലൈ. ഇത് പാർലമെന്റിലെ ഒരു സുപ്രധാനമായ ചട്ടമാണ്. മന്ത്രിമാർ സഭയെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്നാൽ ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ നടത്തിയ അന്വേഷണം എത്ര തവണ സഭയെ ഈ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചു എന്നതിൻ്റെ കണക്കാണ് പുറത്തു കൊണ്ടുവരുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും, അതായത് രാജ്യസഭയിലും ലോക്സഭയിലും, അംഗങ്ങൾ മന്ത്രിമാരോട് ചോദ്യങ്ങൾ ചോദിക്കും. മന്ത്രിമാർ അവയ്ക്കുള്ള ഉത്തരം നൽകും. ചിലപ്പോൾ വിശദാംശങ്ങൾ കൈമാറാമെന്നും വിവരങ്ങൾ ഉടനെ ലഭ്യമാക്കാമെന്നുമായിരിക്കും മറുപടി. ഇങ്ങനെ മന്ത്രിമാർ സഭയിൽ നൽകുന്ന ഉറപ്പുകൾ, ഉത്തരങ്ങൾ സഭയ്ക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ്. അതായത് സഭയിലൂടെ ജനത്തിന് നൽകുന്ന വാഗ്ദാനം. അവ പാലിക്കപ്പെടണമെന്നാണ് ചട്ടം, അതും 3 മാസത്തിനുള്ളിൽ. ഇത് പരിശോധിക്കാൻ ഇരുസഭകളിലും 10 അംഗങ്ങൾ വീതമുള്ള പ്രത്യേകം സമിതികളുണ്ട്. ആ സമിതിയാണ് അഷ്യൂറൻസ് കമ്മിറ്റി. സ്പീക്കറും ചെയർമാനുമാണ് അതാത് സഭകളിലെ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. പാർലമെന്റിൽ മന്ത്രി നൽകിയ ഉറപ്പ് പാലിച്ചോ എന്ന് ഈ സമിതികൾ പരിശോധിക്കും. പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവ പാലിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. ഇനി കാര്യത്തിലേക്ക് വരാം. 2015-16 കാലഘട്ടത്തിൽ മാത്രം അദാനിയുടെ കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് 6 ചോദ്യങ്ങൾ സഭയിൽ ചോദിച്ചു. വില കുറഞ്ഞ കൽക്കരി ഉയർന്ന ഇൻവോയ്സുകൾ കാട്ടി ഇന്തോനേഷ്യ വഴി ഇറക്കുമതി ചെയ്ത് വൻ തുക വെട്ടിക്കുന്നത് സംബന്ധിച്ചായിരുന്നു ചോദ്യങ്ങൾ. ധനമന്ത്രാലയം, കൽക്കരി മന്ത്രാലയം, ഊർജ്ജ മന്ത്രാലയം എന്നിവരോടായിരുന്നു ചോദ്യങ്ങൾ. എല്ലാവരും നൽകിയത് ഒരേ ഉത്തരം: DRI, അതായത് റവന്യൂ ഇന്റലിജൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ്. അന്വേഷണ പുരോഗതിയും സ്വീകരിച്ച നടപടിയും സഭയെ 3 മാസത്തിനകം അറിയിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഇന്ന് വരെയും ആ അന്വേഷണത്തിന് എന്തു പറ്റിയെന്ന് മാത്രം സഭയെ അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ 9 വർഷത്തിനിടെ പലകുറി സമിതികളും MP-മാരും മാറി മാറി ചോദിച്ചിട്ടും മറുപടി മാത്രം മന്ത്രിമാർ നൽകിയിട്ടില്ല. എന്നാൽ അന്വേഷണം നിലച്ചിരിക്കുന്നുവെന്ന് പറയാതെ പറയുകയും ചെയ്തു. വിദേശ രാജ്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനാൽ DRIക്ക് അന്വേഷണം പൂർത്തിയാക്കാൻ പരിമിതി നേരിടുന്നുവെന്നാണ് മന്ത്രിമാർ പറയുന്നത്. അതിനാൽ സർക്കാരിന്റെ ഉറപ്പ്, അതായത് ഇതിൽ എന്ത് നടപടിയെടുത്തു എന്ന് അറിയിക്കുന്നത്, പാലിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മന്ത്രിമാർ സമിതിയോട് ആവശ്യപ്പെട്ടു. പലകുറി ഇക്കാര്യം ഇരുസഭകളിലെയും സമിതികൾ നിഷേധിച്ചു. എന്നിട്ടും പക്ഷേ മോദി സർക്കാർ പിന്മാറിയില്ല. നിരന്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ സമിതികൾ ആവശ്യം അനുവദിച്ചും നൽകിയിട്ടുണ്ട്. തീരുന്നില്ല. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ലെന്ന് 2017 കൽക്കരി മന്ത്രാലയം സഭയെ അറിയിച്ചു. ഒപ്പം ഒന്നുകൂടി വെളിപ്പെടുത്തി. അതായത് 11 കമ്പനികൾക്കെതിരെയാണ് അന്വേഷണം DRI നടത്തിയത്. ഇതിൽ 4 പേർക്കെതിരായ അന്വേഷണം അവസാനിപ്പിച്ചുവെന്നാണ് കൽക്കരി മന്ത്രാലയം സഭയെ അറിയിച്ചത്. അന്വേഷണം പൂർത്തിയാക്കാനായില്ലെന്ന് ധനമന്ത്രാലയവും ഊർജ്ജ മന്ത്രാലയവും ആവർത്തിക്കുമ്പോഴാണ് കൽക്കരി മന്ത്രാലയത്തിന്റെ ഈ മറുപടി. ഇതോടെ DRI സംഘത്തെ നേരിൽ കണ്ട വിവരങ്ങൾ ശേഖരിക്കുമെന്ന് സമിതി റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഒന്നും നടന്നില്ല. പലതും മറച്ചുവെച്ചാണ് സർക്കാർ സഭയിൽ അന്വേഷണം സംബന്ധിച്ച മറുപടി പോലും പറയുന്നത്. എന്താണ് DRI അന്വേഷണം എങ്ങുമെത്താത്തതിന് കാരണം? വേറെ ഒന്നുമല്ല, രാജ്യത്തെ 2 പൊതുമേഖലാ ബാങ്കുകൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. ഇതോടെയാണ് വിദേശ ഏജൻസികളുടെ സഹായം DRIക്ക് തേടേണ്ടി വന്നത്. SBI അടക്കമുള്ള ഈ 2 ബാങ്കുകളും സ്വയംഭരണാവകാശമുള്ളവയാണ്. പക്ഷേ ധനമന്ത്രാലയത്തിന് കീഴിലെ DFS വഴി ഇരു ബാങ്കുകൾക്കും മേലെ സർക്കാരിന് നിയന്ത്രണാധികാരമുണ്ട്. ഇതുവഴി വളരെ എളുപ്പത്തിൽ DRIക്ക് വേണ്ട രേഖകൾ ലഭ്യമാക്കാൻ സർക്കാരിനാവും. ഇത് ചെയ്യാതെയാണ് അടുത്ത കാലത്തൊന്നും തന്നെ ഈ അന്വേഷണം തീരില്ല എന്ന മുട്ടാപ്പോക്ക് പറഞ്ഞ് മോദിയും സംഘവും അദാനിയെ രക്ഷിച്ചെടുക്കുന്നത്. ഈ അന്വേഷണ സംഘത്തെ ഇടയിൽ മാറ്റിയും മോദി സർക്കാരിന്റെ സഹായഹസ്തം അദാനിക്ക് നേരെ നീണ്ടുവെന്നതും ഈ തരുണത്തിൽ പറയാതെ വയ്യ. തീരുന്നില്ല. DRIക്ക് വിവരങ്ങൾ കൈമാറാൻ വിസമ്മതിച്ച SBIയുടെ മുൻ തലവൻ അരുന്ധതി ഭട്ടാചാര്യയ്ക്ക് പുതിയ നിയമനവും ഇതേ കേന്ദ്ര സർക്കാർ നൽകി. എവിടെയാണെന്നല്ലേ? കൽക്കരിപ്പാടങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് ലേലത്തിൽ നൽകുന്നതിനുള്ള ഉന്നതാധികാര സമിതി അംഗമായി. ഈ സമിതിയുടെ ശുപാർശയിലാണ് കൽക്കരിപ്പാടങ്ങൾ തുച്ഛം വിലയ്ക്ക് സ്വകാര്യ കമ്പനികൾക്ക് കേന്ദ്രം നൽകിയത്. ഇതിലും കിട്ടിയിട്ടുണ്ട് അദാനിക്ക് കൽക്കരിപ്പാടങ്ങൾ. ഇതുകൂടി അറിയണം. അപ്പോൾ ആരുടെയെല്ലാം താല്പര്യങ്ങൾ എങ്ങനെയെല്ലാം സംരക്ഷിക്കപ്പെടുന്നുവെന്ന് വ്യക്തമല്ലേ? 2016-ലും 18-ലും 20-ലും 21-ലും എന്തിന് 23-ലുമെല്ലാം അദാനിയുടെ തട്ടിപ്പുകൾ പ്രതിപക്ഷം സഭയിൽ ഉയർത്തി. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും മഹുവ മൊയ്ത്രയുടെ ചോദ്യങ്ങളും അതിനെ തുടർന്ന് മഹുവയെ പുറത്താക്കിയതുമെല്ലാം ഇതേ മോദി സർക്കാരാണ്.
അദാനിക്ക് നേരെയുള്ള ആരോപണങ്ങൾ രാജ്യത്തിന് നേരെയുള്ള ആക്രമണമായി ചിത്രീകരിക്കപ്പെടുന്നതും എന്തിനെന്ന് ഈ തെളിവുകൾ സംസാരിക്കും. എന്തുകൊണ്ടാണ് സഭയ്ക്ക് നൽകുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടാതെ പോകുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. അദാനി വിഷയത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ അത് പാലിച്ചാൽ രാഷ്ട്രീയമായി അത് തിരിച്ചടിയാകുമെന്ന് BJPക്ക് അറിയാം. തീർന്നില്ല. അഷ്യൂറൻസ് കമ്മിറ്റി നൽകുന്ന ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിലും ഒരു ചുക്കുമില്ല. കാരണം വാക്ക് പാലിക്കാത്തതിന് മന്ത്രിമാരെ ശിക്ഷിക്കാനുള്ള അധികാരമൊന്നും സമിതിക്കില്ല. പോരാത്തതിന് സമിതിയുടെ റിപ്പോർട്ടുകൾ സഭയിൽ ചർച്ച ചെയ്യുക പോലുമില്ല. പിന്നെ ആർക്ക് എന്ത് പേടി? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് ജനത്തോട് കാര്യങ്ങൾ തുറന്നു പറയാൻ, അത് നിറവേറ്റാൻ ഉത്തരവാദിത്വമുണ്ട്. കേന്ദ്രത്തിൽ മോദി സർക്കാർ ആ ഉത്തരവാദിത്വം പാലിക്കുന്നില്ലെന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് കരുതേണ്ട. തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാർ അദാനിക്കെതിരെ ഇതേ തട്ടിപ്പിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് കാത്തിരിക്കാം എന്താകുമെന്ന്.